രാജ്യത്ത് കൂട്ടബലാത്സംഗ വാർത്തകൾ ഇങ്ങനെ തുടരുകയാണ്. പശ്ചിമ ബംഗാളിലെ മെഡിക്കൽ വിദ്യാർത്ഥിനി, യുപിയിലെ 16-കാരി. ഇപ്പോൾ രാജ്യതലസ്ഥാനത്ത് നിന്നാണ് നടുക്കുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഡൽഹി ഛത്തർപൂരിലെ സൗത്ത് ഏഷ്യൻ സർവകലാശാലയിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമമുണ്ടായി. ജീവനക്കാരടക്കം 4 പേർ ചേർന്ന് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് വിവരം. ഗുരുതരമായ സംഭവം ക്യാമ്പസ് അധികൃതർ മറച്ചുവെച്ചു. പ്രതികളെ ഇതുവരെയും പോലീസ് പിടികൂടിയിട്ടില്ല. നടന്നത് കൂട്ടബലാത്സംഗത്തിനുള്ള ശ്രമമാണ്. എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ ഭയപ്പെടുത്തുന്ന ഗൗരവതരമായിട്ടുള്ള കാര്യമാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ എഫ്ഐആർ പെൺകുട്ടിയുടെ മൊഴി അടിസ്ഥാനപ്പെടുത്തിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഞായറാഴ്ച രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. അതിന് 2 ദിവസം മുൻപ് പെൺകുട്ടിയുടെ മൊബൈലിലേക്ക് ഇമെയിൽ വഴിയും വാട്സാപ്പ് വഴിയും ടെലിഗ്രാം വഴിയൊക്കെ ചില മെസ്സേജുകൾ വരാൻ തുടങ്ങി. തൻ്റെ ഒരു ഫോട്ടോ അത് മോർഫ് ചെയ്ത് ന്യൂഡാക്കി പ്രചരിപ്പിക്കും, ഈ മെസ്സേജ് അയക്കുന്നവർ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എന്നായിരുന്നു ഭീഷണിയായ സന്ദേശമുണ്ടായിരുന്നത്. പെൺകുട്ടി ഭയപ്പെട്ട് അവിടേക്ക് എത്തി. അവിടെ കണ്ടത് ആ ഇടം ഒരു അറ്റകുറ്റപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. രാത്രിയിൽ ആരും വരാത്ത വിജനമായിട്ടുള്ള ഇരുട്ട് നിറഞ്ഞ ഒരു ഇടം എന്നാണ് പെൺകുട്ടി മൊഴിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ആദ്യം ഒരു സെക്യൂരിറ്റി ഗാർഡ്, ഈ ക്യാമ്പസിൻ്റെ തന്നെ ഒരു സെക്യൂരിറ്റി ഗാർഡാണ് വന്നത്. അയാൾ പെൺകുട്ടി എത്തിയെന്ന് കണ്ടപ്പോൾ തന്നെ മറ്റു ചിലരെ ഫോൺ ചെയ്ത് വിളിച്ചു. 3 പേർ, ഒരു മധ്യവയസ്കനും പിന്നെ 2 ചെറുപ്പക്കാരും അവിടേക്ക് എത്തി. അവർ ഈ പെൺകുട്ടിയുടെ കണ്ണ് മൂടിപ്പിടിച്ച് ഒരു റൂമിലേക്ക് തള്ളിക്കൊണ്ടുപോയി. വസ്ത്രങ്ങൾ വലിച്ചു കീറി ലൈംഗികാതിക്രമത്തിനുള്ള ഒരു കൂട്ടബലാത്സംഗത്തിനുള്ള ശ്രമം തന്നെ അവിടെ നടന്നു. പെൺകുട്ടിയെ 1-2 പേർ ചേർന്ന് മർദ്ദിക്കുന്നുണ്ട്. മുഖത്തടിച്ചു, പുറത്തടിച്ചു, മുട്ടിലടിച്ചു. പക്ഷെ പെട്ടെന്നൊരു ശബ്ദം എവിടെ നിന്നോ കേൾക്കുകയാണ്. ഒരു ഫുഡ് കാർട്ട് അവിടെ നിന്നും പോകുന്ന ഒരു ശബ്ദം കേട്ടപ്പോൾ ഭയന്ന് ഈ ആളുകൾ, പെൺകുട്ടിയെ ലൈംഗികമായി അതിക്രമിക്കാൻ ശ്രമിച്ച ആളുകൾ അവിടെ നിന്നും ഓടി. എന്തായാലും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായ ശേഷം ഇന്നലെയും ഇന്നുമായി ക്യാമ്പസിൽ, ഛത്തർപൂരിലാണ് ഈ ക്യാമ്പസ് ഉള്ളത്, അവിടെ വലിയ രീതിയിൽ വിദ്യാർത്ഥികളുടെ ഒരു പ്രതിഷേധമുണ്ടായി. എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെ തന്നെ പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ സംഭവം നടന്നിട്ടുള്ള ആ ഇടത്ത് നിന്നുള്ള CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് ശേഖരിച്ചിരിക്കുന്നു. വളരെ വലിയ അന്വേഷണം തന്നെയാണ് നടന്നു വരുന്നത്. പക്ഷേ ആരെയും കസ്റ്റഡിയിലെടുത്തതായി ഇപ്പോൾ വിവരമൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. പോലീസ് അത്തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുമില്ല. കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. വിദ്യാർത്ഥികളും വളരെയധികം രോഷാകുലരാണ്. എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണം, ഇതിന് പിന്നിലുള്ളവരെ അറസ്റ്റ് ചെയ്യണം. ഇത്തരം സംഭവങ്ങൾ ഭീഷണിപ്പെടുത്തി പെൺകുട്ടിയുടെ അവസ്ഥ മുതലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടത്തുക, അതിലേക്ക് പെൺകുട്ടിയെ വരുത്തുക എന്നുള്ള കാര്യങ്ങളെല്ലാം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ കർശനമായി കൈക്കൊള്ളണം എന്നുള്ള കാര്യമാണ് വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം.